ഹലോ യൂട്യൂബ്, എല്ലാവർക്കും ടൈം ട്രാവൽ എന്ന ചാനലിലേക്ക് സ്വാഗതം. അത് എക്സ്പൾസിൻ്റെ 4V പ്രോ എഡിഷനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. എനിക്ക് ഈ വണ്ടിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ ഒരു കളർ കോമ്പിനേഷനാണ്. എനിക്ക് ശരിക്കും വല്ലാതെ എന്നെ ഇത് അട്രാക്റ്റ് ചെയ്തു. ആ രീതിയിൽ എൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഈ ഒരു പ്രോ എഡിഷൻ വരുന്നുണ്ട്. വണ്ടി കാണാൻ തന്നെ അത്യാവശ്യം നല്ല ലുക്ക് കാര്യങ്ങളായിട്ടാണ് ഈ ഒരു കളർ എഡിഷൻ വരുന്നത്. ഒരു വാല്യൂ ഫോർ മണി എന്ന് പറയുന്ന രീതിയിലാണ് ഹീറോയുടെ നമ്മുടെ എക്സ്പൾസ് വരുന്നത്. അത്രയധികം ഫീച്ചർ കാര്യങ്ങളൊക്കെ നമുക്കിതിനകത്ത് വരുന്നുണ്ട്. ഇത് എക്സ്പൾസിൻ്റെ പ്രോ എഡിഷനാണ്. ഇതിനകത്ത് വരുന്ന സമയത്ത് ഇതിൻ്റെ ഏറ്റവും ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണെന്ന് പറയാം. പിന്നെ ഈ വണ്ടിയിൽ കുറേയധികം ഫീച്ചർ നമ്മുടെ പഴയ മോഡലിൽ നിന്ന് വരുന്ന സമയത്ത് കുറേയധികം കാര്യങ്ങൾ ഇതിനകത്ത് അപ്ഡേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതൊക്കെ നമുക്ക് നോക്കാം. ഈ സെഗ്മെൻറ്റിൽ ഒരു ഓഫ് റോഡ് രാജാവെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിലാണ് ഈ ഇപ്പം നിലവിൽ നമ്മുടെ ഹീറോയുടെ എക്സ്പൾസ് നിൽക്കുന്നത്. ഈ വണ്ടിയിലൊക്കെ കുറച്ചൊന്നും എക്സ്പീരിയൻസ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഈ വണ്ടിയൊക്കെ ഓഫ് റോഡ് ചെയ്യാൻ അന്യായമായിരിക്കും. ആ രീതിയിലാണ് ഇതിൻ്റെ ഓഫ് റോഡിൻ്റെ പെർഫോമൻസും കാര്യങ്ങൾ വരുന്നത്. വണ്ടി ഓഫ് റോഡ് കയറിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഈ 100cc സെഗ്മെൻറ്റിലൊക്കെ ഓരോരുത്തരും നമ്മൾ കാണുന്ന റീൽസിലൊക്കെ കാണുന്ന പോലെ ഓഫ് റോഡൊക്കെ ചെയ്യുന്ന നമ്മൾ കാണുന്ന അങ്ങനെയുള്ള ആൾക്കാരിലൊക്കെ ഈ ഒരു മുതലിനെ കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ എക്സ്ട്രീം ലെവൽ നമുക്ക് കാണാൻ കഴിയും. ആ ജാതി പെർഫോമൻസാണ് ഇത് ഓഫ് റോഡിൽ ചെയ്യുന്നത്. ശരിക്കും ഈ വണ്ടി ഏറ്റവും കൂടുതൽ നമ്മൾ ത്രില്ലടിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് ഓഫ് റോഡ് കയറുന്ന സമയത്താണ്. ഭയങ്കരധികം എന്താ പറയുന്നത് ഒരു കോൺഫിഡൻസാണ് നമുക്ക് ഈ ഓഫ് റോഡ് കയറുന്ന സമയത്ത്. വണ്ടി ലൈറ്റ് വെയ്റ്റ് ആണ്. പിന്നെ വണ്ടി എന്ത് പരിപാടിയും ഈ ഒരു സെഗ്മെൻറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു 200cc വണ്ടി വെച്ച് നമുക്ക് എന്ത് പരിപാടിയും ഇതിന് ചെയ്യാം. നമുക്ക് പേടി കൂടാതെ ചെയ്യാം. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു പെർഫോമൻസ് വരുന്നത്. ഇതിനു മുമ്പ് ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ഒരു V3 ഉള്ള ഒരാളായിരുന്നു. അപ്പോൾ പുള്ളി ആ വണ്ടി സെയിലാക്കിയിട്ടാണ് ഈ വണ്ടിയിലേക്ക് വന്നത്. പുള്ളി അത്യാവശ്യം നല്ലൊരു ലോങ് ട്രിപ്പും കാര്യങ്ങളൊക്കെ അടിക്കുന്ന ഒരു വ്യക്തിയാണ്. പുള്ളി ഇതുപോലെ റിവ്യൂ കണ്ട് പുള്ളിക്കൊരു ആഗ്രഹം തോന്നിയാണ് ആ V3യിലേക്ക് വന്നത്. പുള്ളി പക്ഷേ പുള്ളിയുടെ പർപ്പസ് അനുസരിച്ച് അത് ഉപയോഗിച്ച് തുടങ്ങിയപ്പോഴത്തേക്ക് പുള്ളിക്ക് അതിന് നടുവിനും കൈക്കൊക്കെ പെയിൻ വന്ന് പുള്ളി വളരെയധികം ആഗ്രഹിച്ചെടുത്തൊരു വണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഓണർ. പുള്ളി എന്നിട്ട് അത് കൊടുത്തിട്ടാണ് ഇപ്പോൾ ഈ വണ്ടിയിലേക്ക് വന്നത്. ഇതെടുക്കാൻ നേരത്തെ പുള്ളി നല്ലപോലെ പലയിടത്തും അന്വേഷിച്ചും വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തൊക്കെയാണ് ഈ വണ്ടി പുള്ളി എടുത്തിട്ടുള്ളത്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പർപ്പസ് എന്താണോ അത് നോക്കി വണ്ടി പോയി ടെസ്റ്റ് ഡ്രൈവ് അടിക്കുക. ടെസ്റ്റ് ഡ്രൈവ് അടിച്ച് നിങ്ങൾക്ക് അത് ഓക്കെ ആണെങ്കിൽ ഒന്ന് വണ്ടി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു വണ്ടി എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ നമ്മൾ വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. അത് ഭയങ്കരധികം വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യമാണ്. ഒരു വണ്ടിപ്രാന്തിനെ സംബന്ധിച്ചുള്ളത് നല്ല രീതിയിൽ അത് വിഷമം ഉണ്ടാക്കുന്നൊരു കാര്യം തന്നെ. അപ്പം അതുണ്ടാകാതിരിക്കാൻ നിങ്ങളുടെ പർപ്പസ് എന്താണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണോ ആ വണ്ടി നിങ്ങളൊന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക. ഇതിൻ്റെ ഓണർ അല്ലെങ്കിൽ ഇതിൻ്റെ ഓണർമാരായിട്ടുള്ള ആൾക്കാർ നിങ്ങൾ സംസാരിക്കുക. അപ്പം ഓക്കെയാണ്, നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ടുണ്ടോ അതെല്ലാം അവരോട് ചോദിക്കുക. അവരുടെ മറുപടി നിങ്ങൾക്ക് തൃപ്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് വണ്ടിയാണോ താല്പര്യം ആ വണ്ടിയിലേക്ക് പോവുക. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വൈസറിൽ നിന്ന് നോക്കാം. വൈസർ അത്യാവശ്യം നല്ലൊരു വലിയ വൈസർ അതിനോട് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം ഒരു 80 മൈൽ സ്പീഡ് വരെയൊക്കെ നമുക്കൊരു ഇൻബ്ലാസ്റ്റ് കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വണ്ടി വളരെ കംഫർട്ടായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ താഴെ നമുക്കൊരു നമ്പർ പ്ലേറ്റിൻ്റെ ഇത് കാണാം. പിന്നെ തൊട്ട് താഴേക്ക് വരുന്ന സമയത്ത് നമുക്കിതിനകത്തൊരു DRL വരുന്നുണ്ട്. ഞാൻ ഓണായി കാണിക്കാം. അപ്പം നല്ല ഭംഗിയാണിത്. രാത്രി സമയങ്ങളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. മഴയത്തൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു ഡാർക്കായിട്ടിരിക്കുന്ന സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു DRL കാണാൻ നല്ലധികം ഭംഗിയുള്ളൊരു DRLാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഇതിനകത്ത് വരുന്ന ഹെഡ് ലാംപ്സ് എന്ന് പറഞ്ഞാൽ LED ഹെഡ് ലാംപ്സ് ആണ് വരുന്നത്. ഇതിനകത്തൊരു ബ്രൈറ്റും ഡിമ്മും വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഹാലജൻ ബൾബ്സ് ആണ് ഇൻഡിക്കേറ്ററായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് 2 ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ കാണാം. പിന്നെ നമുക്ക് ഹാൻഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ഗാർഡ്സ് വന്നിട്ടുണ്ട്. അത് നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചധികം നല്ലൊരു മെറ്റീരിയലാണ്. നേരത്തെ ഉള്ളതിൽ നിന്ന് കുറച്ചുകൂടെ ക്വാളിറ്റിയും കാര്യങ്ങളുമായിട്ടാണ് ഇത്തവണ നമുക്ക് ഈ ഹാൻഡ് ഗാർഡ്സ് കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു മഡ് ഗാർഡ് കാണാം. ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ നോക്കുന്ന സമയത്ത് നമുക്ക് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. നമുക്കൊരു ലോങ് ട്രാവൽ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് ഫ്രണ്ട് നമുക്ക് വന്നിട്ടുള്ളത്. ഒരു ടയേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് 2 വീലേഴ്സ് ടയറാണ് വന്നിട്ടുള്ളത്. നമുക്ക് ടയറിൻ്റെ ഒരു സൈസ് വരുന്നത് പറഞ്ഞാൽ 90-21 എന്നുള്ള ഒരു സൈസാണ് നമുക്ക് ഫ്രണ്ട് വീലിൻ്റെ ആ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടുന്നത്. ഇത് സ്പോക്ക് വീൽസാണ് വരുന്നത്. പിന്നെ നമുക്ക് ബ്രേക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു സിംഗിൾ ചാനൽ ABS ആണ് ഈ വണ്ടിക്ക് നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ബ്രേക്ക് വെയിറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്.
അപ്പം വണ്ടിക്ക് സിംഗിൾ ചാനൽ ABS വരുന്നുള്ളൂ. പക്ഷേ ഇതൊരു ഓഫ് റോഡ് വണ്ടി ആയതുകൊണ്ടായിരിക്കാം, പ്രൈസ് കട്ടിങ്ങിൻ്റെ ഭാഗമായതുകൊണ്ടാണ് എന്താണെന്നറിയില്ല, അവരിന് ബാക്കിൽ ABS കൊടുത്തിട്ടില്ല. സിംഗിൾ ചാനൽ ABS മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ ഈ വണ്ടിയിൽ ലഭ്യമായിട്ടുള്ളൂ. പിന്നെ നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു ടാങ്ക് കാണാം. ഈ ടാങ്ക് ഒരു ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 13 ലിറ്ററാണ് ഇതിൻ്റെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ അത്യാവശ്യം നല്ലൊരു മൈലേജ് കൂടി വരുന്നൊരു വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 13 ലിറ്റർ എന്ന് പറയുന്നത് നല്ലൊരു ഫ്യൂൽ റേഞ്ച് നമുക്ക് കിട്ടാറും, ഒരു നല്ല ട്രാവലിംഗ് റേഞ്ച് കിട്ടുന്നൊരു കപ്പാസിറ്റിയാണ് ഈ 13 ലിറ്റർ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു ഫ്യൂൽ ഇഞ്ചക്ഷനാണ് വണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം, ഫ്യൂൽ ഇഞ്ചക്ഷൻ്റെ ഒരു ചെറിയ ബാഡ്ജിങ് ആണ്. പിന്നെ നമ്മളിതിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു 199 cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ എന്ന് വേണം നമുക്കതിനെ വിളിക്കാം. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നൊരു എഞ്ചിൻ തന്നെയാണിത്. പിന്നെ നമ്മളിതിൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുന്ന സമയത്ത് ഒരു 199 cc സിംഗിൾ സിലിണ്ടർ 4 വാൽവ് ഓയിൽ കൂൾഡ് എഞ്ചിനാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു പവർഫുള്ളായിട്ടുള്ള എഞ്ചിൻ എന്ന് വേണം നമുക്കതിനെ വിളിക്കാം. ഓഫ് റോഡിങ് കേപ്പബിലിറ്റി കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്യുന്നൊരു എഞ്ചിൻ തന്നെയാണിത്. പിന്നെ നമുക്കിവിടെ ഒരു ക്രാഷ് കാർഡ് കൊടുത്തിട്ടുണ്ട് ഹീറോ. ഇവിടെ നമ്മൾ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു കാറ്റൽ കൺവെർട്ടർ കാര്യങ്ങൾ കാണാം. അതിന് തൊട്ട് താഴായിട്ട് നമുക്കിവിടെ ഒരു മെറ്റലിൻ്റെ ഒരു പാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് 220 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഫുഡ് റെസ്റ്റ് നമുക്ക് ഫോൾഡ് ചെയ്ത് വെക്കുന്ന രീതിയിലാണ് 2 ഫുഡ് റെസ്റ്റും വന്നിട്ടുള്ളത്. നേരത്തെ ഉള്ള പഴയ മോഡലിൽ നിന്ന് അപേക്ഷിച്ച് ഫുഡ് റെസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് താത്താണ് ഇത്തവണ എക്സ്പൾസിൽ വന്നിട്ടുള്ളത്. അത് നമുക്ക് കുറച്ചുകൂടെ കാലിനൊക്കെ നീളമുള്ള വ്യക്തികൾ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് കുറച്ചുകൂടെ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും. ആ രീതിയിൽ കുറച്ചുകൂടെ കംഫർട്ടായിട്ട് ഇത്തവണ എക്സ്പൾസിൽ റാലിയിൽ നമുക്ക് ഈ ഫുഡ് റെസ്റ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു സൈലൻസർ കാണാം. പിന്നെ നമ്മൾ ബാക്കിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ ബാക്കിൽ നമുക്ക് ബ്രേക്സ് നോക്കുന്ന സമയത്ത് നമുക്ക് ഡിസ്ക് ബ്രേക്കാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. അവിടെ നമുക്ക് നിസിൻ്റെ ബ്രേക്ക് കാലിപ്പറും കാര്യങ്ങളൊക്കെയാണ് തന്നെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് പാറ്റ് നമുക്ക് ബാക്കിൽ നിന്നും കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലെ ടയറിൻ്റെ സൈസ് വരുന്നത് പറഞ്ഞാൽ 120 80 18 എന്നുള്ള സൈസിലാണ് ബാക്ക് ടയേഴ്സ് വരുന്നത്. പിന്നെ നമുക്ക് പുറമേലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ ഒരു LED ബ്രേക്ക് ലിസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ ഫ്രണ്ടിൽ കണ്ട ഹാലജൻ ഇൻഡിക്കേറ്റേഴ്സാണ് ബാക്കിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കൊരു നമ്പർ പ്ലേറ്റ് ഹോൾഡർ കാണാം. പിന്നെ നമുക്ക് ഈ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ ചെയിൻ്റെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഒരു ചെയിൻ കവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ സാരി ഗാർഡ് പോലെയുള്ളൊരു ചെറിയൊരു പ്രൊട്ടക്ഷനും അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് സസ്പെൻഷൻ നോക്കുന്ന സമയത്ത് ഒരു 10 സ്റ്റെപ്പ് അഡ്ജസ്റ്റബിൾ പ്രീലോഡ് മോണോഷോക്ക് സസ്പെൻഷനാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. പറയാതിരിക്കാൻ വയ്യ, നല്ലൊരു കംഫർട്ടായിട്ടുള്ളൊരു സസ്പെൻഷനാണ് നമുക്ക് പുറമിൽ ലഭിക്കുന്നത്. അത്രയധികം കംഫർട്ടായിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഈ ബാക്കിലെ ഈ ഒരു സസ്പെൻഷൻ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ആ രീതിയിൽ അത്രയും നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് ഈ വണ്ടിയിൽ ഉപയോഗിക്കാൻ പറ്റും. ആ രീതിയിലാണ് ഇവർ ഈ സസ്പെൻഷൻ ഇവിടെ ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്കിവിടെ സൈഡിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു 5 സ്പീഡ് ഗിയർ ബോക്സാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഷാർപ്പായിട്ടുള്ള നല്ല ക്രിസ്പായിട്ടുള്ളൊരു ഗിയർ ബോക്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. വെച്ച് എനിക്ക് ഇതുവരെ യാതൊരു രീതിയിലുള്ള ഒരു ഫോൾസ് ന്യൂട്രൽസോ കാര്യങ്ങളോ ഒന്നും തന്നെ കിട്ടില്ല. പിന്നെ നമുക്ക് സൈഡ് സ്റ്റാൻഡ് കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ തന്നെ വണ്ടിയിൽ വരുന്നുണ്ട്. നമുക്ക് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ട് ഒന്ന് കേട്ട് നോക്കാം. അപ്പം ഈ ഒരു രീതിയിലാണ് ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ട് കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. വലിയ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല, വളരെയധികം സ്മൂത്തായിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണെന്ന് നമുക്കത് കേൾക്കും തന്നെ മനസ്സിലാവും. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു എക്സോസ്റ്റ് നോട്ട് വരുന്നത്. സീറ്റിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ലോങ് ആയിട്ടുള്ളൊരു സിംഗിൾ സീറ്റാണ് വരുന്നത്. നല്ല രീതിയിൽ അത്യാവശ്യം കുഷ്യൻ ആയിട്ടുള്ളൊരു സീറ്റാണ് വരുന്നത്. പിന്നെ നമുക്കൊരു ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റിയിലാണ് ഇതിൻ്റെ ഗ്രാബ് റെയിൽ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം വേണമെങ്കിൽ നമുക്ക് ലഗേജൊക്കെ ചെറിയ രീതിയിൽ ക്യാരി ചെയ്യുന്ന രീതിയിലൊരു സെറ്റപ്പ് ബോർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ മീറ്റർ കൺസോളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്കിവിടെ 2 ട്രിപ്പ് മീറ്റർ വരുന്നുണ്ട്, ഒരു ഓഡോമീറ്റർ വരുന്നുണ്ട്, പിന്നെ ടൈം വരുന്നുണ്ട്, നമുക്ക് RPMൻ്റെ മീറ്റർ വരുന്നുണ്ട്, ഒരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് 3 മോഡ്സ് വരുന്നുണ്ട്. മോഡ്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാൽ നമുക്കിതിൻ്റെ റോഡ് വരുന്നുണ്ട്, ഓഫ് റോഡ് വരുന്നുണ്ട്, റാലി വരുന്നുണ്ട്. ഇതിൽ റോഡിൽ നമ്മളിട്ട് ഓടിക്കുന്ന സമയത്ത് നമുക്കിതിൻ്റെ റോഡിലിട്ട് ഓടിക്കുന്ന സമയത്ത് ABS ഫുൾ ഓൺ ആയിരിക്കും. ഇതിൽ ഓഫ് റോഡിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ABSൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കുറച്ച് കുറവായിരിക്കും. നമുക്ക് റാലിയിലേക്ക് ഇടുന്ന സമയത്ത് നമുക്ക് ABS പൂർണ്ണമായും ഓഫാക്കാൻ കഴിയും.
പിന്നെ നമുക്കിതിൻ്റെ ഹീറോയുടെ ആപ്പ് ഉപയോഗിച്ച് നമുക്കിത് കണക്ട് ചെയ്യാവുന്നതാണ്. അതിൽ നമുക്ക് ഇതിനകത്ത് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. നമുക്ക് ഹീറോയുടെ ആപ്പ് ഉപയോഗിച്ച് ഇതിനകത്ത് നാവിഗേഷൻ കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്ത് ഫ്യൂവലിൻ്റെ ഒരു ഗേജ് വരുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് സൈഡ് സ്റ്റാൻഡ് വാർണിംഗ് ലൈറ്റ്സ് വരുന്നുണ്ട്. ഫ്യൂവലിൻ്റെ ഒരു ഇൻഡിക്കേഷൻ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ABSൻ്റെ ലൈറ്റ് വരുന്നുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെയൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ തന്നെ ഇതിനകത്ത് വരുന്നുണ്ട്. വണ്ടിയിലേക്ക് കയറിയിരിക്കുന്ന സമയത്ത് എനിക്ക് കാല് ഫുള്ളായിട്ട് കുത്താൻ പറ്റുന്നില്ല. പക്ഷേ വണ്ടിക്ക് വെയിറ്റ് വരുന്നത് വളരെ 161 കിലോഗ്രാം മാത്രമേ വണ്ടിക്ക് വെയിറ്റ് വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് മറിഞ്ഞു വീഴുമെന്നുള്ള പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. വലിയ വെയിറ്റും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ലൈറ്റ് വെയിറ്റ് ആണ്. 161 കിലോ എന്ന് പറയുന്നത് വലിയ വെയിറ്റ് ഒന്നുമല്ല. നമ്മുടെ മിറേഴ്സിലേക്ക് നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റിയൊക്കെ നമുക്ക് ഈ മിററിൽ നിന്ന് കിട്ടുന്നുണ്ട്. വണ്ടിക്ക് വൈബ്രേഷൻസ് കാര്യങ്ങളൊന്നും തന്നെ നമ്മുടെ ഗ്ലാസ്സിലേക്ക് അറിയുന്നില്ല. ആ രീതിയിലൊക്കെ നമുക്കൊരു വിസിബിലിറ്റി ഗ്ലാസിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് പിന്നെ ചെറുതായിട്ടൊരു മോഷൻ റോഡിൽ കൂടെ ഒന്ന് ഓടിച്ച് നോക്കാം. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് റോഡിൻ്റെ അവസ്ഥ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ ഭയങ്കര കംഫർട്ടാണ് ഈ വണ്ടി ഈ ഒരു റോഡിൽ കൂടെ ഓടിക്കുന്ന സമയത്ത്. ഞാൻ സാധാരണ ബൈക്കിലിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇരുന്ന് തന്നെയാണ് യാത്ര ചെയ്യുന്നത്. നടുവിനൊന്നും യാതൊരുവിധ പ്രശ്നങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമുക്ക് വണ്ടിയുടെ പവർ ഒന്ന് നോക്കാം. ഇപ്പം നമ്മൾ കണ്ടതാണ് നമ്മുടെ വണ്ടിയുടെ പവറും കാര്യങ്ങളൊക്കെ ആ ഒരു രീതിക്കാണ് വരുന്നത്. അപ്പം കുഴപ്പമില്ലാത്ത രീതിയിൽ അത്യാവശ്യം നല്ലൊരു പവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഈ വണ്ടിയിലൊക്കെ നോക്കുന്നത് ഒരു ഓഫ് റോഡിനോടൊക്കെ നല്ല താല്പര്യമുള്ള വ്യക്തികളാണ്. ഒരുപാട് ബഡ്ജറ്റൊന്നും ആവരുത്. അത്യാവശ്യം ലോ കോസ്റ്റ് മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ വേണം. ആ ഒരു രീതിക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും ഈ ഒരു പ്രൈസ് സെഗ്മെൻറ്റിൽ നിങ്ങൾക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ് ഈ വണ്ടി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. വണ്ടിയുടെ 200 cc ആണ് വരുന്നതെങ്കിലും നമുക്ക് ആ ഒരു പവറൊന്നും നമുക്ക് റോഡിൽ ഫീൽ ചെയ്യില്ല. വണ്ടി ശരിക്കും ഓഫ് റോഡിൽ നമുക്കത് നല്ല രീതിയിൽ ഫീൽ ചെയ്യും. പിന്നെ ഈ വണ്ടിയിലൊക്കെ നോക്കുന്ന വ്യക്തികൾ നല്ലൊരു ഓഫ് റോഡൊക്കെ ചെയ്യുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ നല്ലൊരു ലോങ് ട്രാവലൊക്കെ പോകുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വണ്ടി നല്ല രീതിയിൽ ഉപകരിക്കും. ആ രീതിയിലാണ് അതിൻ്റെ ഒരു സസ്പെൻഷനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ലോങ് ട്രാവലൊക്കെ ചെയ്യുന്ന സമയത്ത് നടുവിനൊക്കെ പെയിനുള്ള ആൾക്കാരൊക്കെ ഈ വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ലൊരു കംഫർട്ടായിട്ടുള്ള ഒരു യാത്രയൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ മേൽ പ്രതീക്ഷിക്കാം. ആ രീതിയിലാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നത്. ഈ വണ്ടിയുടെ റൈഡിങ് പോസ്റ്ററൊക്കെ നോക്കുന്ന സമയത്ത് വളരെ റിലാക്സഡ് ആയിട്ടുള്ള ഒരു റൈഡിങ് പോസ്റ്ററും കാര്യങ്ങളാണ് വരുന്നത്. വണ്ടി വളരെ ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കോർണറൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വളരെ ഈസി ആയിട്ടൊക്കെ നമുക്ക് ഇതിനകത്ത് കോർണറും കാര്യങ്ങളൊക്കെ ചെയ്യാം. നമുക്ക് ആ വണ്ടിയുടെ ഒരു ഹെവിനെസ് ഒന്നും ഒരിക്കലും ഈ വണ്ടിയിൽ മേൽ ഫീൽ ചെയ്യത്തില്ല. പിന്നെ ഈ വണ്ടിയിൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡെന്നൊക്കെ പറയുന്നത് ഒരു 90-100 ആ ഒരു റേഞ്ചിലുള്ള സ്പീഡൊക്കെയാണ് നമുക്കിതിനകത്ത് വളരെ കംഫർട്ടായിട്ട് വൈബ്രേഷൻസ് ഒന്നും ഇല്ലാതെ ക്രൂസ് ചെയ്യാൻ പറ്റുന്ന സ്പീഡെന്ന് പറയുന്നത്. പിന്നെ വണ്ടിയുടെ മൈലേജൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഹൈവേയിലൊക്കെ ടൂർ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു 40-41 ആ റേഞ്ചിലൊക്കെ നമുക്കൊരു ഫ്യൂവലിൻ്റെ ഒരു എക്കണോമിയും കാര്യങ്ങളൊക്കെ കിട്ടും. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള മൈലേജൊക്കെ തന്നെയാണ് നമുക്ക് ഈ വണ്ടിയിൽ മേൽ ലഭിക്കുന്നത്. ഇതിൻ്റെ സർവീസൊക്കെ നോക്കുന്ന സമയത്ത് നമുക്ക് ഫസ്റ്റ് സർവീസ് വരുന്ന ഒരു 1000 കിലോമീറ്ററിലൊക്കെയാണ് എൻ്റെ ഒരു ഫസ്റ്റ് സർവീസ് വരുന്നത്. അതിൻ്റെ ഒരു കോസ്റ്റ് ഏകദേശം നമുക്കൊരു 1500 ആ റേഞ്ചിലൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കോസ്റ്റും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. വണ്ടിയുടെ പ്രൈസ് നോക്കുന്ന സമയത്ത് നമുക്ക് എക്സ്പൾസിൻ്റെ ഈ ഒരു പ്രോ എഡിഷനിലേക്ക് വരുന്ന സമയത്ത് നമുക്കൊരു ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 191 നമുക്ക് ഇതിനകത്തൊരു ഓൺ റോഡ് പ്രൈസൊക്കെ വരുന്നുണ്ട്. ഈ ഒരു പ്രൈസ് വെച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഓഫ് റോഡെന്ന് വേണമെങ്കിൽ ഇവനെ വിളിക്കാം. അങ്ങനെ നോക്കുന്ന സമയത്തൊരു വാല്യൂ ഫോർ മണി തന്നെയാണ് നമുക്ക് ഈ എക്സ്പൾസ് എന്ന് പറയുന്ന വണ്ടി. അപ്പം ഇത്രയൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഈ ഒരു വീഡിയോ. അപ്പോൾ ഈ വീഡിയോയിൽ എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും സൈനിങ് ഓഫ് ദിസ് ചാനൽ.